ഈ സംഭവ സ്ഥലത്ത് നിന്ന് തനേഷ് തമ്പി കൂടി ചേരുന്നുണ്ട്. തനേഷ്, ഇപ്പോൾ സുഹൈൽ ഈ പറഞ്ഞതുപോലെ 250 മീറ്റർ മാറിയുള്ളൊരു വീട്ടിൽ നിൽക്കുകയായിരുന്നു. അവിടെ പോലും അവിടെ ഉണ്ടായ ആ ഒരു റിസൾട്ട്, അതായത് അവിടെയും ഈ ജനൽ ചില്ലുകളൊക്കെ പൊട്ടി തകർന്നു കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ഈ തനേഷ് നിൽക്കുന്ന സ്പേസ് ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? അനൂപ, ഇപ്പോൾ ഇവിടെ ഈ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ പുനരാരംഭിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും അക്കാര്യത്തിലില്ല. പക്ഷേ എന്തായാലും ഒരു വലിയ ദുരന്തം, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു പ്രദേശം കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ഒരു അപകടമായി ഇത് പരിണമിക്കുമായിരുന്നു. കാരണം ഇത് ജനവാസ മേഖലയ്ക്ക് അടുത്താണ് ഈ പ്രദേശം എങ്കിൽ പോലും വലിയ ഒരു പാടശേഖരത്തിന് നടുവിലാണ് ഈ ഒരു വെടിക്കെട്ടുപുര നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി മറ്റു വീടുകളിലേക്ക് നേരത്തെ സുഹേൽ സൂചിപ്പിച്ച ആ അർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് പോകാതിരുന്നത് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു വെടിക്കെട്ടുപുര ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രത്തോളം അത് കത്തി അമർന്നു പോയിരിക്കുകയാണ്. അതിനകത്ത് ഒന്നും അവശേഷിക്കുന്നില്ല. ഈ കുറേ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കുറേ ചാക്കുകളും കാര്യങ്ങളും അല്ലാതെ ബാക്കിയെല്ലാം കരിഞ്ഞുണങ്ങി പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു പ്രദേശം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഊഹിച്ചെടുക്കാം എത്രത്തോളം ഭീതിജനകമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ തിരച്ചിൽ താൽക്കാലികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഒരു കുളത്തിൽ ഈ തിരച്ചിൽ നടത്തിയിരുന്നു. ഈ കുളത്തിൽ നിന്ന് പക്ഷേ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ കുളം. ഈ കുളത്തിൽ നിന്ന് നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് പോലീസും ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും ഒക്കെ താൽക്കാലികമായി ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇനി എന്തായാലും നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ് അല്പം മുൻപ് ഉദ്യോഗസ്ഥർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ കുളത്തിനോടൊപ്പം തന്നെ ഇങ്ങോട്ട് ഇവിടെ ഈ ഒരു പ്രദേശം, ഇവിടെയാണ് ഈ ഒരു പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ അടക്കം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പ്രത്യേകിച്ച് വലിയ ആവേശത്തിലും സന്തോഷത്തിലും 24-ന് നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ സാമ്പിൾ വെടിക്കെട്ട്. അവിടെ തിരുവമ്പാടിയുടെ ശക്തി തെളിയിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കുറേ മനുഷ്യരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയാം. അവർ വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇതിനെക്കുറിച്ച് ആവേശത്തോടെ സംസാരിക്കുകയും അവർ വളരെ കാര്യമായി തന്നെ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 3:20 കൂടി ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ സമീപ പ്രദേശത്തുള്ള വീടുകളിലുള്ള ആളുകൾക്കൊന്നും അത് മനസ്സിലായില്ല. കാരണം ഇവിടെ ഒരു ഇത്തരത്തിലുള്ളൊരു പടക്ക നിർമ്മാണശാല ആയതുകൊണ്ട് തന്നെ ചില പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. വലിയ പാടശേഖരമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില സാമ്പിളുകൾ ഇവിടെ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ശബ്ദം ഉണ്ടാകും. എന്നാൽ അത്തരം ഒരു അതിനേക്കാൾ അപ്പുറത്തേക്ക് അസ്വാഭാവികമായ ഒരു ശബ്ദം കേട്ടതിന് ശേഷമാണ് ആളുകൾ ഇങ്ങോട്ട് ഓടിയെത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് പെട്ടെന്ന് കണ്ണിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കാണാം. കാരണം ചുറ്റും അത്രത്തോളം പാടശേഖരമാണ് ഉള്ളത്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് ആളുകൾ പെട്ടെന്ന് വരികയും ഈ ആളുകളെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്തത്. പക്ഷേ അത് ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. കാരണം ഓരോ സമയത്തും കൂടുതൽ തീ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ അതിൻ്റെ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ പൊട്ടിത്തകർന്ന് കിടക്കുന്ന ഇതിൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ വെടിമരുന്നൊക്കെ സൂക്ഷിച്ചിരുന്ന ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തീർത്തും പൊട്ടിത്തെറിച്ച് കത്തിയമർന്ന് പോയി എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ ദാരുണമായ കാഴ്ച. അതിനൊപ്പം കുറേ മനുഷ്യജീവനുകളും പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മരണങ്ങൾ, അതായത് ഫുൾ ബോഡി എന്നുള്ള അർത്ഥത്തിലാണ്, അതായത് മുഴുവൻ ശരീരഭാഗങ്ങളും കിട്ടിയ 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അതിനുമപ്പുറത്ത് 13ഓളം പേർ, അതായത് 13 പേർ, ആകെ 13 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 8-ന് പുറമെ 13 അത്രയും ആളുകളുടെ കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് നേരത്തെ പറയുന്നത്. അതോടൊപ്പം തന്നെ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിൽ ഒരാൾ വെന്റിലേറ്ററിലാണ് എന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഇവിടെ തന്നെയാണ് തിരുവമ്പാടിയുടെ ഈ വെടിക്കെട്ടുപുര പ്രവർത്തിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ചുറ്റും ഈ പാടശേഖരമാണ്. കാരണം സാധാരണ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയോ ജനവാസ മേഖലകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ അനുമതികളും നൽകുന്നതിന് സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ മറ്റ് അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യുകയില്ല. പക്ഷേ അതെല്ലാം
അതെല്ലാം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പിന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് പോലും അപകടമുണ്ട്. അപകടത്തിന് പല പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്നുള്ളൊരു പുതിയ അപ്ഡേഷനാണ് വരുന്നത്. പോലീസ് ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ തനേഷ് തമ്പി പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവിടെ ഒരു പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവിടെ യാതൊന്നും അവശേഷിപ്പിക്കാതെ കത്തിക്കരിഞ്ഞു പോകുന്ന നിലയിലേക്ക് മാറിപ്പോയി ആ പ്രദേശം എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.